കൊച്ചി ചെല്ലാനത്ത് ചുഴലിക്കാറ്റിൽ വീടുകൾ തകർന്നു. ഇന്നലെ അർദ്ധരാത്രിയിലാണ് ശക്തമായ കാറ്റ് വീശിയത്. 3 വീടുകൾ പൂർണ്ണമായും 2 വീടുകൾ ഭാഗികമായും തകർന്നു. 15 സെക്കൻഡ് നീണ്ടുനിന്ന കാറ്റിൽ ഓടും ഷീറ്റുമിട്ട വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത്. പുലർച്ചെ 1:15 കൂടിയാണ് ചുഴലിക്കാറ്റ് ഉണ്ടായത്. ചെല്ലാനം ഭാഗത്ത്, അതായത് ചെല്ലാനം കാർത്യായനി അമ്പലത്തിന് പടിഞ്ഞാറ് വശം കണ്ടക്കടവ് ഭാഗത്താണ് ഈ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. 15 സെക്കൻഡോളം മാത്രമാണ് കാറ്റ് വീശിയത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. പക്ഷേ 3 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നു, 2 വീടുകൾ ഭാഗികമായിട്ടും തകർന്നു. ഇത് ഷിബു പൊള്ളയിലിൻ്റെ വീടാണ്. ഇതിൻ്റെ അടുക്കള വശം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. ഇവിടുത്തെ ഷീറ്റൊക്കെ തന്നെ ഇളകി താഴെ വീണിട്ടുണ്ട്. ബെഡ്റൂമിലും സമാനമായിട്ടുള്ള രീതിയിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുകയായിരുന്നു വീട്ടുകാരൊക്കെ തന്നെ. ഈ വീടൊക്കെ തന്നെ വിള്ളൽ വന്നിട്ടുണ്ട്, കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വീട്ടുകാരൊക്കെ തന്നെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ കാറ്റിൽ ഈ ഷീറ്റൊക്കെ തന്നെ ഇളകി വീണ ശബ്ദം കേട്ടാണ് ഇവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പരിക്കൊന്നും ഏറ്റിട്ടില്ല. പക്ഷേ വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നു എന്നുള്ളതാണ്. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ വീട്ടുകാരെ മറ്റ് വീടുകളിലേക്ക്, ബന്ധുവീടുകളിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ചേട്ടാ സംഭവം? എങ്ങനെയായിരുന്നു? രാത്രി ഒരു 1:15 മണിയായിട്ടുണ്ട്. 1:15 മണിയായപ്പോൾ ഞാനും ഭാര്യ ആ മുറിക്കിടക്കായിരുന്നു. അപ്പച്ചനമ്മച്ചി ഈ മുറിൽ, മക്കള് ആ മുറിൽ 3 പേര്. ഈ പെട്ടെന്ന് സ്വരങ്ങൾ കേട്ട് ഭയങ്കര ശബ്ദമായിട്ടുള്ള ശബ്ദം കേട്ടാണ് നമ്മൾ എണീക്കണത്. അപ്പോൾ ഗ്ലാസ്സുകൾ പൊട്ടണ്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി പുറത്തേക്ക് വന്നപ്പോൾ സീലിങ്, ഷീറ്റ് ഇതെല്ലാം കൂടി താഴത്തേക്ക് വീണാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ മിക്കപ്പോഴും ഇതിൻ്റെ പ്രാവശ്യം കൂടി പുറത്തേക്ക് ഇറങ്ങാറുള്ളത്. പക്ഷേ എന്തോ ഇതിന് ഞങ്ങൾ മുൻവശം കൂടി തന്നെ ഇറങ്ങി. അതുകൊണ്ട് കൂടുതൽ ഞങ്ങൾക്ക് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷേ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമായി. അതായത് വീട് മൊത്തമായിട്ട് ഇപ്പോൾ തകർന്നു. നമുക്കിപ്പോൾ ഈ താമസിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് വേറെ വീടൊന്നുമില്ല. ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി ഞങ്ങൾ ഇരുന്നത്. ഉറങ്ങിയിട്ടില്ല, ഇതുവരെയായിട്ടും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് അടുക്കളയില്ല. അപ്പോൾ അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പേടിച്ചു പോയി എല്ലാവരും. അപ്പോൾ എല്ലാവരും പിന്നെ പുറത്തിരിക്കാതെ തീർന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എല്ലാവരും സഹായിക്കുക, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ചെല്ലാന ഹാർബറിൽ നിന്നാണ് പോകുന്നത്. 4:30 മണിക്ക് പണിക്ക് പോകേണ്ട ആളായിരുന്നു. പോകാൻ പറ്റിയില്ല. പിന്നെ പിള്ളേരാണെങ്കിൽ 2 പഠിച്ച് ഇപ്പോൾ +2ൻ്റെയും SLCയുടെയും പരീക്ഷ എഴുതുന്നു. ഒരാൾ എക്സാമിന് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അവരൊന്നും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോയേക്കണത്. അപ്പോൾ ഇപ്പോൾ യാതൊരു ഭക്ഷണവും കഴിച്ചില്ല. ഞങ്ങൾക്ക് എണീറ്റിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഇതായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം, ഒരു രാത്രിയിൽ ഒരു കാറ്റുണ്ടായി വീട് പൂർണ്ണമായിട്ടും തകർന്നു. അവരെ സംബന്ധിച്ച് സാധാരണ മത്സ്യത്തൊഴിലാളികളാണ്, ദിവസ വരുമാനത്തിൽ ജീവിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് അവരുടെയൊക്കെ തന്നെ ആവശ്യം. എന്തായാലും വീടുകളിലേക്ക് ഇവരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്, ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസിൽ നിന്ന് കണക്ക് എടുത്തതിന് ശേഷം പിന്നീട് നാശനഷ്ടം സംബന്ധിച്ചുള്ള കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുമെന്നാണ് KJ മാക്സി MLA പറഞ്ഞത്. എന്തായാലും അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ചുഴലിക്കാറ്റ് വീശിയത്. ഇതിനു മുൻപ് സമാനമായിട്ടുള്ള രീതിയിൽ മിന്നൽ ചുഴലിയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പരിസരവാസികൾ പറയുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് 15 സെക്കൻഡോളം നീണ്ട ചുഴലിക്കാറ്റ്, അതിലാണ് ഈ ചെല്ലാനം ഭാഗത്തെ, കണ്ടക്കടവ് ഭാഗത്തെ 5ഓളം വീടുകൾ തകർന്നത്. അതിൽ 3 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നു, ഭാഗികമായിട്ട് 2 വീടുകളും തകർന്നു. സാധാരണ മത്സ്യത്തൊഴിലാളികളാണ്. അവരെ സംബന്ധിച്ച് ഏറെ ദുരിതമാണ് ഇത് വിതച്ചിരിക്കുന്നത്, ഈ ചുഴലിക്കാറ്റ് വിതച്ചിരിക്കുന്നത്.